പിന്നെ ചിലരൊക്കെ പരാതി പറയാറുണ്ട്, ഇത്രയും നേരം ക്യൂ നിന്നിട്ടാണ് ഭഗവാനെ തൊഴുന്നത്. അപ്പോൾ അവിടെ ആ മണ്ഡപത്തിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കാവലമ്മമാരെ മാറി നിൽക്കും, തൊഴുതു മാറൂ എന്ന് പെട്ടെന്ന് പറയാറുണ്ടെന്ന്. അപ്പോൾ ചിലപ്പോൾ ഒരു സെക്കൻഡൊക്കെ ശരിക്കും ഭഗവാനെ കാണാനായിട്ട് സാധിക്കില്ല, എന്ത് പെട്ടെന്ന് അവർ തള്ളി നീക്കണേ, തൊഴുതു മാറൂ എന്ന് എപ്പോഴും പറയണം. അപ്പം അങ്ങനെ പരിഭവങ്ങൾ പറയുന്നവരുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. അപ്പോൾ അവരുടെ അടുത്ത് ആദ്യം ഞാൻ പറയാറുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ നന്നായിട്ട് ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ട് വരിക. ഭഗവാനെ നന്നായിട്ടൊന്ന് നിന്നെ കാണണേ, എനിക്ക് ആ മുഖം എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരിക. അങ്ങനെ പ്രാർത്ഥിച്ച് വന്നവർക്ക് നന്നായി ഭഗവാൻ കാണിച്ചു കൊടുത്ത അനുഭവങ്ങളും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പറയാറുണ്ട്, ചേച്ചി പറഞ്ഞതുപോലെ തൊഴുതിട്ടാ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ മുന്നിലൊക്കെ നിൽക്കുന്നവരെ, പ്രായമായവരെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ചിലപ്പോൾ കുട്ടികൾ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുറകിലാവും നിൽക്കുന്നുണ്ടാവുക, കുറച്ച് നേരം കൂടി തൊഴുതോട്ടെ എന്ന് അവർ വിചാരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പുറകിലാ നിൽക്കുന്നത് വെച്ചെങ്കിൽ നമുക്കും കുറച്ചധികം നേരം അവിടെ നിൽക്കാനായിട്ട്